ഇന്നൊരു ഞായറാഴ്ചയായിരുന്നു. രാവിലത്തെ കുർബാനയൊക്കെ കഴിഞ്ഞ് അമ്മയും പേരക്കിടാങ്ങളും കൂടി ഈ പോകുന്നതേ ഒരു ചെറിയ വിളവെടുപ്പിനായിട്ടാ. നമ്മുടെ പറമ്പിൽ മത്തങ്ങ ഉണ്ടായിട്ടുണ്ടെന്ന് അമ്മ വിളിച്ചു പറഞ്ഞപ്പോൾ ഇത്രയും വലിയൊരു മത്തങ്ങ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. നട്ടതും പരിപാലിക്കുന്നതും ഒക്കെ അമ്മയാണെങ്കിലും വിളവെടുപ്പ് നടത്തുന്നത് പേരക്കിടാങ്ങളാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇവരുടെ ആദ്യത്തെ വിളവെടുപ്പായിരിക്കും ഇത്. അതിൻ്റെയൊക്കെ ഒരു സന്തോഷം അവരുടെ മുഖത്തുണ്ടായിരുന്നു. മത്തങ്ങ കൂടാതെ കുറച്ച് ഗോവയ്ക്കയും കൂടി അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ഗോവയ്ക്ക് പോലും എൻ്റെ കണ്ണിന് നേരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്കതല്ല സംശയം, ഈ ലോങ് സൈറ്റുള്ള അമ്മ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്, അതും കണ്ണട പോലും വെക്കാതെ. ചിലപ്പോൾ അമ്മ അത് വളരെ ഇഷ്ടത്തോടെ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. എൻ്റെ അറിവിൽ അമ്മക്ക് ആകെ ഇഷ്ടമുള്ളത് വായനയും ഈ ചെടി പരിപാലനമാണ്. ഗോവയ്ക്ക് പല സ്ഥലത്തേക്കായിട്ട് പടർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വള്ളികളിലും താഴെ നിലത്തും കഴിഞ്ഞ കാറ്റിൽ ചാഞ്ഞ് വീണത് വേപ്പിൻ്റെ മുകളിൽ കൂടി നന്നായിട്ട് പടർന്നു കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അരമുക്കാൽ മണിക്കൂർ നീണ്ട തിരച്ചിലിന് ശേഷം വിളവെടുത്ത സാധനങ്ങളുമായിട്ട് വീട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. ഇത്രയും ഗോവക്ക അമ്മ അതിൽ നിന്ന് കണ്ടുപിടിച്ചെടുത്തിട്ടോ. ഇനി അടുത്ത കലാപരിപാടിയാണ് വീതം വെപ്പ്. ഈ മത്തങ്ങയുടെ അവകാശികൾ ഞങ്ങൾ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ ബന്ധുക്കളും ഞങ്ങളുടെ അയൽവാസികളും കൂടിയാണ്. അത് കുറച്ചധികം ഫാമിലീസ് ഉണ്ടെങ്കിലും അവരുടെ അടുത്തേക്ക് ഒരു ചെറിയൊരു വീതമാണ് എത്തുന്നതെങ്കിലും അതൊരു സന്തോഷമുള്ള കാര്യമായിട്ടാണ് അമ്മ പറയുന്നത്. ഈ മത്തങ്ങ ഓരോ പീസായിട്ട് മുറിയുമ്പോഴും അമ്മ ഓരോ വീട്ടുകാരുടെ പേര് പറയും. ഇത് ഫോട്ടോ വെച്ച് വീട്ടിലേക്ക്, ഇത് ധന്യ ചേച്ചിക്ക്, ഇത് സ്വപ്ന ചേച്ചിക്ക്, അങ്ങനെ നീണ്ട ആ ലിസ്റ്റ് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഈ നീണ്ട ലിസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എനിക്കുള്ള പങ്ക് അങ്ങടിച്ചു മാറ്റി. അത് വലിയ കഷ്ണം. അതിനിപ്പോൾ എന്താ പറയുക, സ്വാർത്ഥത അല്ലാതെന്താ. പിന്നെ എനിക്ക് വേണ്ട മത്തങ്ങ. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ആ ഞായറാഴ്ച അങ്ങനെ കടന്നുപോയി.